നാഗകന്യക 3യുടെ എപ്പിസോഡ് 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം ജാമിനിയുടെ ഒരു ഫ്രണ്ട് പോലീസിലുണ്ട്. ആ വഴി പാലസിലെ അടുത്തുള്ള CCTVയിൽ നിന്ന് കിട്ടിയ വീഡിയോ ജാമിനി ശേഖറിനെ സൈകളിനും സുമിത്രയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോയിൽ റിഹാൻ പാലസിന്റെ അടുത്തുള്ള വഴിയിലൂടെ പേടിച്ചോടുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടേക്ക് മഹി വരുന്നു. മഹിയും ജാമിനിയുടെ ഫോണിലെ വീഡിയോ കാണുകയാണ്. ഇവർ വീഡിയോ കാണുന്നത് മുകളിൽ നിന്ന് വിശാഖയും കാണുന്നു. വിശാഖയുടെ അടുത്ത് അപ്പോൾ ബേലയും വരുന്നു. ഈ സമയം വീഡിയോയിൽ പേടിച്ചോടുന്ന റിഹാനെ ആരോ പിടിച്ചുകൊണ്ടു പോകുന്നത് കാണുന്നുണ്ട്. അത് മഹി റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അതൊരു പെൺകുട്ടിയുടെ കൈയാണെന്നും ആ പെൺകുട്ടിയുടെ കയ്യിൽ മോതിരവും അവരെല്ലാവരും കാണുന്നു. ഇതെല്ലാം മുകളിൽ നിന്ന് കാണുകയാണ് ബേലയും വിശാഖയും. വിശാഖയുടെ വിരലിലെ മോതിരമാണ് അവരെല്ലാവരും കണ്ടതെന്ന് മനസ്സിലാക്കുന്ന ബേല വിശാഖയുടെ വിരലിലെ മോതിരം ഊരി വാങ്ങി അവിടെ നിന്ന് പോകുന്ന ബേല താഴേക്ക് പോവുകയാണ്. വീഡിയോ കാണുന്ന ജാമിനി അതൊരു പെൺകുട്ടിയാണ്, റിഹാൻ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ റിഹാനെ അന്വേഷിച്ചു പോവുകയാണെന്നും പറഞ്ഞ് ജാമിനി നിൽക്കുമ്പോൾ ശേഖറും സൈകളും മഹിയും ജാമിനിയുടെ കൂടെ പോകാമെന്ന് പറയുകയാണ്. അവർ പോകാൻ തുടങ്ങുന്നത് കാണുന്ന ബേല സുമിത്രയോട് ബേലയും കൂടി വരാമെന്ന് പറയുകയാണ്. ബേല പോകുന്നതിൽ സുമിത്രയ്ക്ക് സമ്മതമില്ലാതെ നിൽക്കുന്നത് കാണുന്ന ബേല സുമിത്രയെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. ബേലയും വരുന്നുണ്ടെന്ന് അറിയുന്ന ജാമിനി ബേലയോട് താങ്ക്സ് പറയുകയാണ്. എന്നിട്ട് ബേലയെ നോക്കി ചിരിച്ചിട്ട് ജാമിനി അവിടെ നിന്ന് പോകുന്നു. ഇത്രയും നേരം വിഷമിച്ച് നിന്ന ജാമിനിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് ആലോചിച്ച് നിൽക്കുന്ന ബേലയ്ക്ക് ബേലയുടെ അമ്മയായ നാഗറാണി പറഞ്ഞത് ഓർമ്മ വരികയാണ്. നാഗമാണിക്ക് എവിടെയുണ്ടെന്ന് മെസ്സേജ് തരാൻ വേണ്ടി ഇച്ഛാധാരി നാഗങ്ങൾ വരും, അവരിൽ ശത്രുക്കളും ഉണ്ടാകും, അത് നീ തിരിച്ചറിയണമെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മിക്കുന്ന ബേലയ്ക്ക് ജാമിനി മനുഷ്യനാണോ എന്ന് ഡൗട്ട് തോന്നുകയാണ്. ശേഷം എല്ലാവരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ബേല റിഹാനെ അന്വേഷിച്ച് വരുന്നത് ഇഷ്ടമല്ലാത്ത ശേഖർ ബേല ഞങ്ങളുടെ കൂടെ വരണ്ട, ബേല ഈ കുടുംബത്തിൽ വന്നതിന് ശേഷമാണ് നടക്കാൻ പാടില്ലാത്തതെല്ലാം നടക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുന്ന മഹി ശേഖറിനോട് ബേല ഇപ്പോൾ എന്റെ വൈഫാണ്, ബേല ഈ ഫാമിലിയിലെ ഒരു മെമ്പറാണ്, ബേലയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരുമെന്ന് പറയുന്നത് കേൾക്കുന്ന ശേഖർ കാറിൽ കയറുന്നു. ബേലയും മഹിയും കാറിൽ കയറാൻ പോകുന്നത് കാണുന്ന ജാമിനി അവരുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. മഹി സമ്മതിക്കുമ്പോൾ ജാമിനി അവരുടെ കൂടെ കാറിൽ കയറി പോകുന്ന വഴി ബേല ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പാലസിൽ വരുന്ന അവരെല്ലാവരും ഓരോ വഴിയിലായി പോയി നോക്കുകയാണ്. ബേല മഹിയുടെ പുറകെ പോകുന്നു. കുറച്ചു ദൂരം പോകുമ്പോൾ അവർ രണ്ടുപേരും രണ്ട് വഴിയിലൂടെ പോവുകയാണ്. മഹി പോകുന്നത് കാണുന്ന ബേല ഒരു മരത്തിന്റെ പുറകിൽ മറഞ്ഞു നിന്ന് മഹി പോകുന്നത് നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന ബേല നാഗമായി മാറി മഹിയുടെ പുറകെ പോവുകയാണ്. പോകുന്ന വഴിയിൽ മഹിയെ കൊത്താൻ ശ്രമിക്കുമെങ്കിലും നാഗത്തിന് അതെല്ലാം മിസ്സാവുകയാണ്. പോകുന്ന വഴി മഹിക്ക് എന്തോ സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ നാഗം അവിടെ നിന്നും ഒരു മരത്തിന്റെ മറവിൽ മറഞ്ഞു നിൽക്കുകയും പകുതി നാഗമായി മാറുകയും ചെയ്യുകയാണ്. ഈ സമയം ആ മരത്തിന്റെ പുറകിൽ കൂടി വരുന്ന മഹി ബേലയോട് സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറയുകയാണ്. മരത്തിന്റെ മറുവശത്ത് ബേല നിൽക്കുന്നത് കൊണ്ട് മഹി ബേലയുടെ പാതി നാഗത്തിന്റെ ഭാഗം കാണുന്നില്ല. മഹി ബേലയോട് ഇവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മഹി ബേലയെ മരത്തിന്റെ അപ്പുറത്തു നിന്ന് പിടിച്ചു വലിച്ച് മഹിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയം ബേല മുഴുവനായി മനുഷ്യനാവുകയാണ്. മഹി ബേല സൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ബേലയുടെ വാ അടച്ചു പിടിക്കുകയാണ്. ഇത് നല്ല അവസരമാണെന്ന് മനസ്സിലാക്കുന്ന ബേല മഹിയുടെ ശ്രദ്ധ മാറുമ്പോൾ മഹിയെ കൊത്താൻ ശ്രമിക്കുകയാണ് ബേല. ആ സമയം പാലസിന്റെ അകത്തു നിന്ന് സുമിത്രയുടെ അലറിയുടെ വിളി കേട്ട് മഹിയും ബേലയും അങ്ങോട്ടേക്ക് പോവുകയാണ്. സുമിത്രയുടെ വിളി കേട്ട് സൈകിളും ശേഖറും അവിടേക്ക് വരുന്നു. സുമിത്ര പാലസിന്റെ അകത്തുള്ള ചുവരിൽ ബ്ലഡ് കണ്ട് പേടിച്ചാണ് വിളിച്ചത്. അപ്പോൾ അവിടെ ബേലയും മഹിയും ജാമിനിയും വരുന്നു. ജാമിനി ചുവരിലെ ബ്ലഡ് കണ്ട് റിഹാൻ എന്തോ സംഭവിച്ചു, റിഹാന്റെയാണ് ബ്ലഡ് എന്നും പറഞ്ഞ് അലറി വിളിച്ച് കരയുകയാണ്. ബേല ഇത് റിഹാന്റെ ബ്ലഡ് ആണെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ്. റിഹാന്റെ കുറെ ബ്ലഡ് പോയിട്ടുണ്ട്, റിഹാൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ജാമിനിയെ സുമിത്ര സമാധാനിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാവരും പോയപ്പോൾ തന്നെ റിഹാൻ ഇവിടെ നിന്ന് പോയതാണ്, ഇത് റിഹാന്റെ ബ്ലഡ് ആവില്ല എന്നൊക്കെ സുമിത്ര ജാമിനിയോട് പറയുമ്പോൾ പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും പോയതിന് ശേഷം അവസാനമാണ് സുമിത്ര അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പാലസിന്റെ പുറത്തിറങ്ങുന്ന സുമിത്രയ്ക്ക് അവിടെ നിന്ന് ഒരു ചെരുപ്പ് കിട്ടുന്നു. ചെരുപ്പിൽ ബ്ലഡ് കാണുന്ന സുമിത്രയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. പാലസിൽ തിരിച്ചു വരുന്ന സുമിത്ര ഇത് ആരുടെ ചെരുപ്പായിരിക്കും, ഈ ചെരുപ്പ് പഴയ പാലസിന്റെ പുറത്ത് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ചോദിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ഇൻസ്പെക്ടറോട് ശേഖർ ഈ വീട്ടിലെ ആരോണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് മനസ്സ് പറയുന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ഇൻസ്പെക്ടർ ശേഖറിനോട് പാലസിൽ കണ്ട ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, കുറച്ചു പേര് കാട്ടിന്റെ അകത്തുകൂടി അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന സുമിത്ര ചെരുപ്പിൽ നോക്കി പോവുകയാണ്. ഈ ചെരുപ്പ് ഇവിടെയുള്ള ആരുടെയും ആകാൻ സാധ്യതയില്ല, ഇത് പുറത്തുള്ള ആരുടേതോ ആണ് എന്ന് പറയുന്ന സമയം സുമിത്രയുടെ കയ്യിൽ നിന്ന് ചെരുപ്പ് താഴെ വീഴുന്നു. ഈ സമയം ആ വഴി പോകുന്ന ബേല ആ ചെരുപ്പ് കാണുകയും ആ ചെരുപ്പ് കാലിലിട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുമിത്ര. തുടർന്ന് ഇൻസ്പെക്ടർ പോകുന്നത് കാണുന്ന സുമിത്ര അവരുടെ അടുത്ത് പോയിട്ട് പാലസിന്റെ പുറത്തു നിന്ന് ചെരുപ്പ് കിട്ടിയെന്നും ആ ചെരുപ്പ് ബേലയുടേതാണെന്നും പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ശേഷം അവരെല്ലാവരും ബേലയുടെ അടുത്തേക്ക് പോവുകയാണ്.
ബേല വിശാഖയുടെ റൂമിലേക്ക് പോകുന്നത് കാണുന്നു. അവർ ആ റൂമിലേക്ക് പോകുന്ന സമയം ആ റൂമിന്റെ പുറത്ത് ബേല വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അവരുടെ അടുത്ത് വരുന്ന ബേല എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന മഹി ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് കയറുകയാണ്. എല്ലാവരും റൂമിന്റെ അകത്ത് കാണുന്ന വിശാഖ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശാഖയോട് ചെരുപ്പിന്റെ കാര്യം അവരെല്ലാവരും ചോദിക്കുമ്പോൾ ബേലയാണ് ചെരുപ്പ് എടുത്തുകൊണ്ട് തന്നതെന്നും ബേലയുടെ കയ്യിലിരിക്കുന്നത് എന്റെ ചെരുപ്പ് ക്ലീൻ ചെയ്യാനുള്ളതാണെന്നും പറഞ്ഞ് വിശാഖ ബേലയുടെ കയ്യിലിരിക്കുന്ന കിറ്റ് വാങ്ങുന്നത് കാണുന്ന മഹി ചെരുപ്പ് ക്ലീൻ ചെയ്യാൻ കഴിയില്ല എന്നും ഈ ചെരുപ്പ് തെളിവാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന അവരെല്ലാവരും കൂടി വിശാഖയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ജാമിനി റിഹാന്റെ കാര്യം പറഞ്ഞ് വയലന്റായി വിശാഖയോട് സംസാരിക്കുകയാണ്. ശേഖറും റിഹാൻ എവിടെയാണെന്ന് വിശാഖയോട് ചോദിക്കുകയാണ്. എല്ലാവരും റിഹാനെ കുറിച്ച് പറയുന്നത് കേട്ട് ദേഷ്യപ്പെടുകയാണ് വിശാഖ. ജാമിനി ചെരുപ്പിലെ ബ്ലഡ് റിഹാന്റേതാണെന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന വിശാഖ, ഈ ചെരുപ്പ് എന്റെ കാലിൽ കിടക്കുന്നത് കൊണ്ട് എന്റേതാവണമെന്ന് എന്താണ് ഉറപ്പുള്ളത്? ഇതാരോ എന്നെ ചതിക്കാൻ ചെയ്തതാണ്. ബേലയാണ് ഈ ചെരുപ്പ് എന്റേതെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടുവന്നത്. സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടുവന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാണെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ബേലയുടെ അടുത്തേക്ക് വിശാഖ പോകുന്നത് കാണുന്ന മഹി വിശാഖയെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് മഹി വിശാഖയോട് ബേല ഒരിക്കലും ആർക്കും ദോഷം വരുന്നതൊന്നും ചെയ്യില്ല, ബേലയെ കുറിച്ച് നീ ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെയും വിശാഖയുടെ ചെരുപ്പല്ല ഇത്, എല്ലാവരും കോമൺ ആയി യൂസ് ചെയ്യുന്ന ചെരുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാമിനി വിശാഖയോട് വളരെ ഇമോഷണലായി റിഹാനെ കുറിച്ച് കെഞ്ചിയൊക്കെ ചോദിക്കുകയാണ്. അതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന വിശാഖ ജാമിനിയെ തള്ളി മാറ്റുമ്പോൾ ജാമിനി തറയിൽ പോയി വീഴുകയാണ്. അപ്പോൾ ജാമിനി അവിടെ ഒരു ചെരുപ്പ് കിടക്കുന്നത് കാണുന്നു. അത് കാണുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം മഹിയുടെ ഫോണിൽ ഒരു മെസ്സേജ് ടോൺ കേൾക്കുകയാണ്. അത് കേൾക്കുന്ന മഹി ഫോണിലെ മെസ്സേജ് നോക്കുകയാണ്. ആ ചെരുപ്പ് കാണുന്ന ബേല ഇത് ഏത് ചെരുപ്പാണെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം വിശാഖ ബേലയോട് എന്നെ ചതിയിൽപ്പെടുത്താൻ നോക്കിയതാണ് അല്ലേ, എന്റെ ഒറിജിനൽ ചെരുപ്പ് ഇതാണ് എന്ന് പറഞ്ഞ് വിശാഖ എല്ലാവരെയും ഇപ്പോൾ കിട്ടിയ ചെരുപ്പ് ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സൈക്കിളിനോട് ഇനി നിങ്ങളുടെ കൂടെയുള്ള ബിസിനസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മഹി വിശാഖയുടെ അടുത്ത് പോയിട്ട് വിശാഖയോട് ഇത് യഥാർത്ഥ വിശാഖ അല്ല എന്നും ഇത് ഫ്രോഡ് വിശാഖയാണെന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും ഒറിജിനൽ വിശാഖയുടെ ഫോട്ടോ മഹി കാണിച്ചു കൊടുക്കുകയാണ്. വിശാഖ ഇവിടെ താമസത്തിന് വന്ന ദിവസം തന്നെ മഹിക്ക് ഡൗട്ട് തോന്നി. അത് കാരണം മഹി വിശാഖയെ കുറിച്ച് അന്വേഷിച്ചു. വിശാഖ കന്ന ഇതുവരെയായിട്ടും ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് സൈക്കിളിന് ദേഷ്യം വരികയാണ്. സൈക്കിൾ വയലന്റ് ആവുന്നത് കാണുന്ന മഹി വിശാഖയോട് പോലീസിനെ വിളിക്കണോ അതോ ഇവിടെ നിന്ന് പോകുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വിശാഖ ബേലയെ നോക്കുമ്പോൾ ബേല വിഷമിച്ചു നിൽക്കുന്നത് കാണുകയാണ്. ഈ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ചെരുപ്പ് ഇട്ടുകൊണ്ട് വിശാഖയുടെ അടുത്ത് ബേല പോകുന്നു. ചെരുപ്പ് കാണുന്ന വിശാഖയ്ക്ക് റിഹാനെ അന്വേഷിച്ച് പോയ സ്ഥലത്ത് വെച്ച് ആർക്കോ കിട്ടിയ തെളിവാണ് ഈ ചെരുപ്പ് എന്ന് മനസ്സിലാക്കുന്ന വിശാഖ ബേലയോട് ചെരുപ്പ് എക്സ്ചേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം ചെരുപ്പ് മാറ്റുകയാണ്. എന്നെ ഇവർക്ക് മനസ്സിലായാലും കുഴപ്പമില്ല, എന്റെ നാഗറാണിക്ക് വേണ്ടി എനിക്ക് ഇത്രയുമെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് വിശാഖ ബേലയെ നിർബന്ധിച്ച് റൂമിന്റെ പുറത്താക്കുകയാണ്. ഇത്രയും ഓർമ്മിക്കുകയാണ് ബേല. പോകുന്ന വിശാഖ തിരിഞ്ഞു നോക്കിയിട്ട് ദേഷ്യത്തോടെ ഞാൻ തിരിച്ചു പോവുകയാണ്, അവരവർ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ അവരവർ തന്നെ അനുഭവിക്കണം, ഇത് ആരും മറക്കണ്ട, ആരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് വിശാഖ അവിടെ നിന്ന് പോവുകയാണ്. വിശാഖ പോയതിൽ വിഷമിച്ച് നിൽക്കുന്ന ബേല ജാമിനിയെ നോക്കുമ്പോൾ ജാമിനി ബേലയെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. അത് കണ്ട് ബേലയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. അടുത്ത സീനിൽ ബേലയുടെ അടുത്ത് വരുന്ന വിശാഖയെ കണ്ട സന്തോഷത്തിൽ ബേല വിശാഖയെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല, സോറി എന്ന് പറയുകയാണ് ബേല. എന്നിട്ട് ബേല വിശാഖയോട് ആരോ മനഃപൂർവ്വം നമുക്കെതിരായി നീക്കങ്ങൾ നടത്തുകയാണ്, അതുകൊണ്ടാണ് മൂന്നാമത്തെ ചെരുപ്പ് അവിടെ ആരോ കൊണ്ടുവച്ചത്, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയുകയാണ് ബേല. ഞാൻ എപ്പോഴും നാഗറാണിയുടെ കൂടെ ഉണ്ടാകും, എങ്ങനെ കൊല്ലുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറയുകയാണ് വിശാഖ. അത് കേട്ട് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. ഈ സമയം ഫോണിൽ സംസാരിച്ചു വരുന്ന മഹി അവിടേക്ക് വരികയും അപ്പോൾ തന്നെ ബേലയുടെ സാരിയുടെ മുന്താണി പറന്ന് മഹിയുടെ മുഖത്ത് വീഴുകയും അത് കാണുന്ന വിശാഖ നാഗമായി മാറി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ബേലയെ കാണുന്ന മഹി ഞാനും ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് മഹി അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഉറക്കത്തിൽ കിടക്കുന്ന ബേല വിശാഖ പോയതെല്ലാം ഓർമ്മിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഡോറ് തുറന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്ന ബേല എഴുന്നേൽക്കുകയാണ്. ബേലയോട് ആ പെൺകുട്ടി നിന്റെ കൂട്ടുകാരിയുടെ ഭാഗത്തായിരുന്നു തെറ്റ്, ഞാൻ കാരണമാണ് നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഫോണിലെ ടോർച്ച് അടിച്ച് ബേല നോക്കുമ്പോൾ ജാമിനിയെ കണ്ട് പേടിക്കുന്ന ബേല ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. ഇതെല്ലാം ബേല കണ്ട സ്വപ്നമായിരുന്നു. ബേല കണ്ടതെല്ലാം സ്വപ്നമാണോ സത്യമാണോ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ് ബേല. അമ്മ പറഞ്ഞത് ഓർമ്മ വരുന്ന
ബേലയ്ക്ക് ജാമിനി ഫ്രണ്ടാണോ എനിമിയാണോ എന്ന് പറഞ്ഞ് കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് ബേല. അടുത്ത സീനിൽ സ്വപ്നം കണ്ടതെല്ലാം ബേല ഫോണിൽ കൂടി വിശാഖയോട് പറയുകയാണ്. വിശാഖയ്ക്ക് ബേല പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. നീ വേറെ ആരെ കുറിച്ചും ആലോചിക്കേണ്ട, എന്താണോ നിന്റെ ലക്ഷ്യം അത് നടത്താൻ ശ്രമിക്കണം, എത്രയും പെട്ടെന്ന് മഹിയെ കൊല്ലണമെന്ന് പറയുകയാണ്. ആ സമയം അവിടേക്ക് സുമിത്ര വരുന്നു. സുമിത്ര പറയുന്നതെല്ലാം വിശാഖ കേൾക്കുന്നുണ്ട്. ബേല വിശാഖയുടെ കാള് കട്ട് ചെയ്തിട്ടില്ല. സുമിത്ര ബേലയോട് ഈ കുടുംബത്തിൽ ഒരു ആചാരമുണ്ട്, വിവാഹം കഴിഞ്ഞവർ അവരുടെ കുലദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് സുമിത്ര അവിടേക്ക് പോകുന്ന വഴിയെക്കുറിച്ചും അവിടെ പോയി ചെയ്യേണ്ട ചടങ്ങുകളെ കുറിച്ചെല്ലാം ബേലയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന വിശാഖ മഹിയെ കൊല്ലാനുള്ള നല്ല അവസരമാണിതെന്ന് പറയുകയാണ്. ശേഷം സുമിത്ര ബേലയ്ക്ക് ക്ഷേത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും ബേലയ്ക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് റെഡിയായി വരാൻ പറയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന മഹിയെ കാണുന്ന സുമിത്ര ബേലയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ബേല പറയുമെന്ന് പറഞ്ഞിട്ട് സുമിത്ര അവിടെ നിന്ന് പോകുന്നു. സുമിത്ര പോകുന്നത് കാണുന്ന മഹി അമ്മ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറഞ്ഞ ക്ഷേത്രത്തിലെ കാര്യങ്ങളും ചടങ്ങുകളെ കുറിച്ച് ഇഷ്ടമില്ലാത്തതുപോലെ മഹിയോട് പറയുകയാണ് ബേല. അത് മനസ്സിലാക്കുന്ന മഹി ബേലയോട് ബേലയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ബേല ചെയ്യണ്ട, ബേലയെ ആരും നിർബന്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹി വാഷ്റൂമിലേക്ക് പോകുന്നു. ഈ സമയം ബേല വിശാഖയ്ക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇന്ന് മഹിയുടെ അവസാനമായിരിക്കുമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുകയാണ്. അടുത്ത സീനിൽ മഹിയും ബേലയും ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് ACP വരികയാണ്. ACP മഹിയോട് കേസ് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ACP എല്ലാവരെയും പരിചയപ്പെടുകയാണ്. മഹിയാണ് ACPയെ കേസ് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത്. മഹി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം ACPയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയം ACPയുടെ അടുത്തേക്ക് വരുന്ന ജാമിനി ആരാണെന്ന് ACPയോട് പറയുകയാണ്. മറുവശത്ത് മഹിയും ബേലയും കാറിൽ പോവുകയാണ്. തുടർന്ന് ജാമിനി ACPയോട് വീഡിയോയിൽ കണ്ട കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ACP അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ACPയോട് എന്തോ പറയാൻ വേണ്ടി ആദ്യം അവിടെ വരികയും പക്ഷെ പേടിച്ച് ഒന്നും പറയാതെ മാറി നിൽക്കുന്നതും ജാമിനി കാണുന്നു. ജാമിനി ആദിയോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ കാര്യമൊന്നും പറയാൻ കഴിയാതെ വിക്കി നിൽക്കുകയാണ് ആദി. അപ്പോൾ അവിടേക്ക് ഡോഗ് വരുന്നത് കണ്ട് പേടിക്കുന്ന ആദി അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് മഹിയും ബേലയും പോകുന്ന വഴി പോലീസ് ചെക്കിങ്ങിന് വേണ്ടി തടഞ്ഞു നിർത്തുകയാണ്. അവിടെ പോലീസിന്റെ വേഷത്തിൽ രൂപം മാറി ബേലയുടെ അടുത്ത് വരുന്ന വിശാഖ മഹി കാണാതെ ബേലയോട് മഹിയുടെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കണം, പ്രഥമും സുഹാനിയും നിങ്ങളുടെ പുറകെ വരില്ല എന്ന് പറയുകയാണ് വിശാഖ. ശേഷം വിശാഖ പോലീസായി മാറുന്നു. ശേഷം ചെക്കിങ് കഴിഞ്ഞ് ബേലയും മഹിയും അവിടെ നിന്ന് പോകുന്നു. വിശാഖയും അരവിന്ദുമാണ് അവിടെ പോലീസ് വേഷത്തിൽ നിൽക്കുന്നത്. കുറച്ചു കഴിയുമ്പോൾ അവിടെ വരുന്ന സുഹാനിയുടെയും പ്രഥമിന്റെയും കാറിന്റെ ടയർ പഞ്ചറാക്കുകയും അവർക്ക് പോകാൻ കഴിയാതെ നിൽക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം വിഷിന്റെ പ്ലാനാണ്. പ്രഥമ അവർക്ക് വരാൻ കഴിയില്ല എന്ന് മഹിയെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയാണ്. പ്രഥമും സുഹാനിയും തിരിച്ച് പാലസിലേക്ക് പോകുന്നു. മഹിയും ബേലയും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവസാനം കാട്ടിന്റെ ഒരു ഭാഗത്ത് എത്തുന്ന മഹി ബേലയോട് കാട്ടിന്റെ അകത്തുകൂടി നടന്നു മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ, അതുമല്ല ഞാൻ ബേലയെ എടുത്തുകൊണ്ട് പോകണം, അതാണ് ആചാരം എന്ന് പറഞ്ഞ് മഹി ബേലയെ എടുക്കുകയാണ്. ബേലയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കുന്ന മഹി ക്ഷേത്രം ഇവിടെ അടുത്താണ്, പെട്ടെന്ന് തന്നെ അവിടെ എത്തുമെന്ന് പറയുകയാണ്. ശേഷം മഹി ബേലയെ എടുത്തുകൊണ്ട് പോവുകയും ബേല പുഴയിൽ നിന്ന് വെള്ളവും എടുത്ത് ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ശേഷം പൂജാരി പറഞ്ഞു കൊടുക്കുന്നത് പോലെ എല്ലാ ചടങ്ങുകളും അവർ രണ്ടുപേരും കൂടി ചെയ്യുകയും ചെയ്യുന്നു. പൂജാരി സിന്ദൂരം ബേലയുടെ സിന്ദൂര രേഖയിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടി മഹിയോട് പറയുമ്പോൾ ബേലയ്ക്ക് റൂഹിക്ക് നടന്നതെല്ലാം ഓർമ്മ വരികയാണ്. ബേല ഇഷ്ടമില്ലാതെ ഇരിക്കുന്നത് കാണുന്ന മഹി സിന്ദൂരം ദേവിയുടെ മുന്നിൽ വയ്ക്കാൻ പോകുന്നതും അവിടെ കാറ്റുണ്ടാവുകയാണ്. ആ കാറ്റ് കാരണം സിന്ദൂരം ബേലയുടെ സിന്ദൂര രേഖയിലും മഹിയുടെ മുഖത്തും ആവുകയാണ്. അത് കണ്ട് രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. അതെല്ലാം കാണുന്ന പൂജാരി കുലദേവിയുടെ ആഗ്രഹം ഇതാണ്, നിങ്ങളുടെ സ്നേഹം എന്നും നിലനിൽക്കും എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ബേല ദേവിയെ നോക്കി കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ജാമിനി ആരാണെന്നും ജാമിനിയുടെ ലക്ഷ്യം എന്താണെന്നും അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്